ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവായസിന്റെ PG പഠനത്തിനുള്ള അനുമതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പുനഃപ്രവേശനം നൽകണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവാണ് തടഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ അപ്പീലിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഡോക്ടർ ഷഹനയുടെ ആത്മഹത്യാ കേസിലെ പ്രതി ഡോക്ടർ റുവൈസിന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠനം തുടരാമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. പഠനം വിലക്കിയ ആരോഗ്യ സർവകലാശാല ഉത്തരവിന് സിംഗിൾ ബെഞ്ച് സ്റ്റേയും നൽകി. ഡോക്ടർ റുവൈസിന് ഒരാഴ്ചയ്ക്കകം PGക്ക് പുനഃപ്രവേശനം നൽകണമെന്നുമായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ്. ഈ ഉത്തരവ് നടപ്പാക്കുന്നതാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തടഞ്ഞത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്വീകരിച്ച അച്ചടക്ക നടപടി തുടരാനും ഡിവിഷൻ ബെഞ്ച് അനുമതി നൽകി. സസ്പെൻഷൻ തുടരുന്ന കാര്യത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഒരാഴ്ചയ്ക്കകം തീരുമാനമെടുക്കണം. പ്രിൻസിപ്പലിന്റെ തീരുമാനത്തിന്മേൽ സിംഗിൾ ബെഞ്ചിന് അന്തിമ ഉത്തരവ് പുറപ്പെടുവിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG വിദ്യാർത്ഥികളായിരുന്നു ഡോക്ടർ ഷഹനയും ഡോക്ടർ റുവൈസും. വിവാഹം ചെയ്യുന്നതിന് ഡോക്ടർ റുവൈസ് ഡോക്ടർ ഷഹനയോട് സ്ത്രീധനം ആവശ്യപ്പെട്ടു. ഇതിൽ മനംനൊന്താണ് ഡോക്ടർ ഷഹന ആത്മഹത്യ ചെയ്തത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഡോക്ടർ റുവൈസ്. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെയാണ് ഡോക്ടർ റുവൈസിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. റിപ്പോർട്ടർ, കൊച്ചി.